നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. നിങ്ങൾക്ക് കാണാം, ഇങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ക്രൂസ് കാണിക്കുക പറഞ്ഞിട്ട് സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മതി, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, സോ ഇന്നിപ്പോൾ നമ്മൾ പാർട്ടിക്ക് പോവുകയാണ്. ഒരു വലിയൊരു പാർട്ടിയാണ്. സോ എന്ത് പാർട്ടി പറഞ്ഞിട്ട് സർപ്രൈസാണ്. സോ വീഡിയോ മൊത്തം കാണുക. എനിക്കറിയാമല്ലോ, ഞാൻ റഷ്യ മാത്രമല്ല, ഞാൻ കുറേ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. റഷ്യ കഴിഞ്ഞിട്ട് ഞാൻ ജോർജിയ, അർമേനിയ, ടർക്കി, ഇറാൻ, അങ്ങനെ പിന്നെ ബാൽക്കൻ കൺട്രീസ്, പിന്നെ അവിടുന്ന് USA, സൗത്ത് അമേരിക്ക ഒക്കെ പോകുന്നുണ്ട്. ഞാൻ കുറേ ടിപ്സുകൾ, ബഡ്ജറ്റ് ട്രാവലറാണ്, നിങ്ങൾക്ക് കുറേ ടിപ്സ് ഞാൻ തരുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാം. ഓൾറെഡി വീഡിയോയിൽ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ട്രെയിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താരാപ്പാറ പോയിക്കൊണ്ടുണ്ട്. എന്താ അമ്മ, ഭയങ്കര തണുപ്പാണ് സുഹൃത്തുക്കളെ. തണുപ്പ് അടിച്ചിട്ട് വയ്യ, ഒരു കറിയില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കാണാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതാ ട്രെയിനിൽ ഞാൻ ഒറ്റക്കല്ല, 4-5 പേരേ ഉണ്ട്. കാണാൻ നിങ്ങൾക്ക് ഒരു അമ്മച്ചി അപ്പുറത്ത് ഉണ്ട്, 2 ആൾ ഇവിടെ ഉണ്ട്. സോ ട്രെയിനിൽ കയറി. ഇപ്പോൾ അടിപൊളി ട്രെയിനാണ് ഇത്. മെട്രോ അല്ലാന്ന് തോന്നുന്നു, ഒരു സബർബൻ ട്രെയിൻ പോലെ ഉണ്ട്. ഏതായാലും 40 രൂപ ഒരു സ്റ്റേഷൻ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 40 റൂബിൾസാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. എന്തൊക്കെ അനൗൺസ്മെൻറ്റ് ആക്കുന്നുണ്ട്. ട്രെയിൻ നിന്നപ്പെടുന്ന നമുക്ക് മനസ്സിലാവും. ഡോർ നിർത്തുന്നുണ്ട് ഞാൻ, അതുകൊണ്ട് പ്രശ്നമില്ല. ട്രെയിൻ നിന്നപ്പെടുന്ന ചാടി കയറി ഇറങ്ങണം. ഒരു എന്താ പാർട്ടി എന്ന് എനിക്കും പോലും അറിയില്ല സുഹൃത്തുക്കളെ. എങ്ങനെ പോകുമെന്നറിയില്ല. കുറേ ആളുണ്ട്, എല്ലാ നാട്ടുകാരുണ്ടാവും. സോ അങ്ങനത്തെ ഒരു പാർട്ടിയാണ്. നല്ല അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. നിങ്ങൾക്കും എന്തൊക്കെ കാണിക്കാൻ പറ്റും എല്ലാം കാണിക്കുക സുഹൃത്തുക്കളെ. കാണിക്കാൻ പറ്റാത്തൊന്നും ചോദിക്കല്ല പ്ലീസ്, ദയവ് ചെയ്ത്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ എനിക്ക് സ്ട്രൈക്ക് റേറ്റ് അടിക്കും. അപ്പോൾ എല്ലാം കാണിക്കാം, കൺട്രോൾ ചെയ്യും നിങ്ങൾ കേട്ടോ സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് കാണാൻ ട്രെയിൻ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്. സ്റ്റേഷൻ എത്തിയെന്ന് അറിയില്ല, ഇവിടെ അമ്മച്ചി വന്നിക്കുക. അപ്പോൾ ഞാനും വന്നിട്ടുണ്ട്. സ്റ്റേഷൻ ഇറങ്ങി എത്തിയപ്പാടെന്ന് ചാടി കയറിയതാണ്. ആടിക്കൊഴിഞ്ഞിട്ടാണ് ട്രെയിനിൽ പോകുന്ന സുഹൃത്തുക്കളെ. പിന്നെ അവർക്ക് റെയിലിൽ കുറച്ച് ചാർജ് ഉള്ളൂ. അത് ചാർജ് എത്ര വരും അത്രയൊക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ. ബാക്കിയുള്ളതൊന്നും ഞാൻ നാളെ കഥ പറയാം. നമ്മൾ പാർട്ടിക്ക് പോയി. പാർട്ടിയിൽ ഭയങ്കര ബോറായിരുന്നു. എനിക്കറിയില്ല, എന്തോ ഒരു സ്കാം പോലെയാണ് എനിക്ക് തോന്നിയത്. റെസ്റ്റോറൻറ്റ് കയറുന്ന എല്ലാ ആഴ്ച അവിടെ പാർട്ടി ഈവെൻറ്റ് നടത്തും. സോ അത് ഈവെൻറ്റ് എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അവിടെ വന്ന ആൾക്കാർക്കൊന്നും ക്രൗഡ് സർഫിങ്ങിൽ പ്രൊഫൈലേ ഇല്ല. കുറേ പേർക്ക് അതിൽ 1-2 പേർക്ക് മാത്രമേ പ്രൊഫൈലുള്ളൂ. അത് അറിയാത്ത വന്ന ആൾക്കാരൊന്ന് അധികം അതിൽ ഇങ്ങനത്തെ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എന്തോ ഒരു സ്കാം പോലെ. പക്ഷെ എല്ലാ ആഴ്ച നടക്കും. ടൂറിസ്റ്റുകളെ ആ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അറിയില്ല. പിന്നെ കുറേ സമയം അവിടെ ചിലവഴിച്ചു. ബോറായിരുന്നു. ഞാൻ ഒരു ഫോട്ടോ പോലും അവിടെ എടുത്തില്ല. ഞാൻ എന്തോ കഴിച്ചു, അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. ഭയങ്കര മോശമായിരുന്നു. ഒരു ഓർഗനൈസിങ് ഇതില്ല, എന്താണ് അറിയില്ല. എന്തോ ഒരു ക്യാമ്പ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. അതുകൊണ്ട് ആ പാർട്ടിയിൽ അധികം നിന്നില്ല സുഹൃത്തുക്കളെ. ഈവൻ ഞാൻ ഫോട്ടോ കൂടെ എടുത്തില്ല. പിന്നെ പുറത്ത് വന്ന ശേഷം പിന്നെ വേറൊരു കൗച്ച് സർഫിംഗ് സുഹൃത്തിനെ കണ്ടു. പുള്ളി നല്ലതായിരുന്നു. പുള്ളിൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. പുള്ളിയുടെ കൂടെ ഇതാണ് നിങ്ങളുടെ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മോസ്കോയിൽ. സോ മോസ്കോയിൽ അത്യന്തം പഴക്കം ചെന്ന പള്ളിയാണ് ഇത്. ഓൾഡസ്റ്റ് ചർച്ചാണിത് മോസ്കോയിൽ. ഇത് കുറേ ടൂറിസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരാത്ത സ്ഥലമാണിത്. അങ്ങോട്ടൊക്കെ പോയി അതിൻ്റെ ഉൾവശത്തുള്ളൊക്കെ മ്യൂസിയം ഉണ്ട്. അതൊക്കെ നമ്മൾ ആവുന്നതൊക്കെ ചിത്രീകരിച്ചു. അധികം നിങ്ങൾ കാണിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ മോനസ്ട്രീൻ്റെ ഉള്ളിലാണ്. Is it possible? Can you tell something about this place to my video? Maybe. Yeah. Tell. No. Oh, please. I'm making YouTube. See, you can see YouTube.
Speak something. Your name. Okay, your name. We cannot do that. We have rules. No. Okay, okay. More than 200 kilometers. Just 200 From the Moscow. From Moscow. ഓക്കെ. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു കഫേ ഉണ്ട്. ആ കഫേയിൽ പോയിട്ട് തനതായ റഷ്യൻ ഭക്ഷണങ്ങളൊക്കെ ഞാൻ സൂപ്പും പിന്നെ വേറെ ബ്രെഡും പിന്നെ അവിടുത്തെ ഒരു പാനീയം കൂടെ ഒരു ഡ്രിങ്കും കൂടെ ഞാൻ കഴിച്ചു. അതൊക്കെ നമ്മൾ ആ കൗച്ച് സർഫിംഗ് സ്റ്റോർ തന്നെയാണ് എല്ലാം പേ ചെയ്തത്. വളരെ സന്തോഷമായിരുന്നു. ഈ ആ പാർട്ടിയുടെ ഒരു ഹാങ് ഓവർ മാറി കിട്ടി അവിടുന്ന്. പിന്നെ നമ്മൾ നേരെ ചെന്നത് അവിടുന്ന് നമ്മൾ നേരെ മെട്രോ കയറിയിട്ട് ചെന്നത് ഒരു സ്ട്രീറ്റിലേക്കാണ്, വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സുഹൃത്തുക്കളെ. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾ